വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 86 ദാവീദിൻ്റെ ഒരു വ്യക്തിഗത പ്രാർത്ഥനയാണ്. ദൈവത്തിൻ്റെ ദയയും സംരക്ഷണവും തേടുന്ന ഹൃദയസ്പർശിയായ ആഹ്വാനമാണിത്. ദാവീദ് തൻ്റെ ദാരിദ്ര്യവും ആശ്രയവും തുറന്നു പറയുന്നു. ദൈവം കേൾക്കുമെന്ന വിശ്വാസം പ്രകടിപ്പിക്കുന്നു. ദൈവം ദയാലുവാണ്, ക്ഷമയുള്ളവരാണ്, അത്യുന്നതൻ അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, തൻ്റെ ജനത്തെ സംരക്ഷിക്കുന്നവൻ. ഈ സങ്കീർത്തനം ദൈവത്തോടുള്ള ആഴമുള്ള ആശ്രയവും വിശ്വാസവും പ്രതിഫലിപ്പിക്കുന്നു. കർത്താവെ, ഞാൻ അങ്ങയുടെ സത്യത്തിൽ നടക്കേണ്ടതിന് അങ്ങയുടെ വഴി എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ നാമത്തെ ഭയപ്പെടാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. സങ്കീർത്തനം 86:11. കോരഹിൻ്റെ പുത്രന്മാർ എഴുതിയ സങ്കീർത്തനം 87 ദൈവം തിരഞ്ഞെടുത്ത സിയോൻ നഗരത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ളൊരു സ്തുതിഗാനമാണ്. ദൈവം സിയോനിൽ തൻ്റെ ആലയം സ്ഥാപിച്ചിരിക്കുന്നു. അതിനേക്കാൾ പ്രിയപ്പെട്ടതൊന്നുമില്ല. വിവിധ ജാതികളിൽ നിന്നുള്ളവർ, മിസ്രയീം, ബാബേൽ, ഫിലിസ്ത്യ, തൈർ, കുഷ്, സിയോനിൽ ജനിച്ചവരായി ദൈവം എണ്ണുന്നു. ഇതിലൂടെ ദൈവത്തിൻ്റെ രാജ്യം സർവ്വജാതികൾക്കും തുറന്നതാണെന്ന് ഈ സങ്കീർത്തനം സൂചിപ്പിക്കുന്നു. സിയോനിൽ ജനിച്ചവരിൽ ദൈവം സന്തോഷിക്കുന്നു. അവരിൽ ദൈവം തൻ്റെ സാന്നിധ്യം വെച്ചിരിക്കുന്നു. അവിടുന്ന് വിശുദ്ധഗിരിയിൽ തൻ്റെ നഗരം സ്ഥാപിച്ചു. യാക്കോബിൻ്റെ എല്ലാ വാസസ്ഥലങ്ങളെക്കാൾ സിയോന്റെ കവാടങ്ങളെ കർത്താവ് സ്നേഹിക്കുന്നു. സങ്കീർത്തനം 87:1-2. ഹേമാൻ എഴുതിയ 88-ാം സങ്കീർത്തനം ദൈവത്തോടുള്ള ഏറ്റവും ദുഃഖഭരിതമായ പ്രാർത്ഥനകളിലൊന്നാണ്. തൻ്റെ ജീവിതത്തിലെ ആഴത്തിലുള്ള വേദനയും ഒറ്റപ്പെടലും ദൈവത്തോട് തുറന്നു പറയുന്നു. അവൻ ദൈവത്തെ വിളിക്കുന്നു, പക്ഷേ മറുപടി ലഭിക്കുന്നില്ല. അവൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും അവനെ വിട്ടുപോയിരിക്കുന്നു. ഈ സങ്കീർത്തനം ദൈവം നമ്മെ കേൾക്കുന്നതിൽ വിശ്വാസം നിലനിർത്തുമ്പോഴും ആ ദൈവിക മൗനത്തിൽ എങ്ങനെ നിലകൊള്ളാമെന്ന് പഠിപ്പിക്കുന്നു. അതിൽ ആശ്വാസമല്ല, പക്ഷേ ആത്മാർത്ഥതയും ദൈവത്തോടുള്ള വിശ്വാസവുമുണ്ട്. കർത്താവെ, പകൽ മുഴുവൻ ഞാൻ സഹായത്തിന് അപേക്ഷിക്കുന്നു. രാത്രിയിൽ അങ്ങയുടെ സന്നിധിയിൽ നിലവിളിക്കുന്നു. എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ മുമ്പിൽ എത്തുമാറാകട്ടെ. എൻ്റെ നിലവിളിക്ക് ചെവി ചായ്ക്കണമേ. സങ്കീർത്തനം 88:1-2. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.